Hello everyone. UPSC സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇതൊരു ചെറിയ ഓറിയൻറ്റേഷൻ സെഷനാണ്. നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല, കാരണം നിങ്ങൾ ആരൊക്കെ ഇത് മുഴുവനായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് പൂജ ടി എസ് ആൻഡ് ഞാൻ ജിയോഡ് IASലെ മെൻറ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ ജിയോഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സിലബസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആൻഡ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അവർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ഈ ഒരു സെഷനിലൂടെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം എത്രത്തോളം ഇഫക്റ്റീവ് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജിയോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾ തന്നെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ ജിയോഡിലോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു UPSC ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ജിയോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രിലിംസ് കം മെയിൻസ് കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഹിന്ദു ഡീകോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ റിട്ടൺ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലി എഫിഷ്യൻറ്റ് ആൻഡ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം ഫാക്കൽറ്റീസാണ് നമ്മുടെ ടീമിലുള്ളത്. രവി പത്തക് സാറുണ്ട്, രമ്യ മാം ഉണ്ട്. സോ അത്രമാത്രം സ്ട്രോങ് ആണ് നമ്മുടെ ഫാക്കൽറ്റി ടീം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മെൻറ്റർഷിപ്പിൻ്റെ കാര്യമാണ്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം, ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം എത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടുത്തെ മെൻറ്റേഴ്സ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ നമ്മളും പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് ആണ്. സോ നമ്മുടെയൊക്കെ വേവ് ലെങ്ത് ഒരുപോലെയാണ്. ലൈക്ക് എല്ലാവരുടെയും ലൈഫിൽ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കാം. എല്ലാവരുടെയും സെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഒബ്വിയസ് ആയിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫിയർ അല്ലെങ്കിൽ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള നിങ്ങളൊരു മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ പോലെ, ഒരു സിസ്റ്ററിനെ പോലെ, ഒരു ബ്രദറിനെ പോലെ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത്രമാത്രം ഓപ്പണും അതുപോലെ തന്നെ ഫ്രണ്ട്ലിയുമായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഓപ്ഷണലിനെ കുറിച്ചിട്ടാണ്. നമുക്ക് മെയിനായിട്ട് 3 സബ്ജക്ട്സ് ആണ് ഇപ്പോൾ ഓപ്ഷണലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോഷ്യോളജി ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മലയാളം ലിറ്ററേച്ചർ ഉണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണം അതൊന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഞാൻ എനിക്ക് നല്ല എന്താ പറയുക, നിങ്ങളോട് ഇങ്ങനെ മോട്ടിവേഷൻ തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുമോ? ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായി 12th ഫെയിൽ എന്നുള്ള മൂവി കാണണം, അതുപോലെ തന്നെ വിക്രമാദിത്യൻ എന്നുള്ള മൂവി കാണണം എന്ന്. വിക്രമാദിത്യൻ ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. 12th ഫെയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാനത് കണ്ടു. കണ്ട സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ കയറി. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ്, എത്ര നാളാ മോട്ടിവേഷൻ നമ്മളിൽ നിൽക്കും? അത് ഫെയ്ഡായി പോവും എന്നാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ആ ഒരു മൂവിയുടെ ആ ഒരു മെമ്മറി നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുന്ന ആ ഒരു മിനിറ്റ് മുതൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിൽ നിന്ന് കിട്ടിയ മോട്ടിവേഷൻ പോവുകയാണ്. സോ ഒരാളും മറ്റൊരാളിൽ നിന്നുള്ള മോട്ടിവേഷൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും അത് എഫക്റ്റീവ് ആവില്ല. ഞാൻ കണ്ണടച്ച എല്ലാവർക്കും പോസിബിൾ ആവില്ല എന്നല്ല പറയുന്നത്. ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കുള്ള മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ അറ്റൈൻ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അറ്റൈൻ ചെയ്യണം. ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതം മധുരമുള്ളതൊന്നുമല്ല. കയ്പേറിയ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അതിനെ ഉൾക്കൊണ്ട് വേണം നമ്മുടെ ഉള്ളിലെ മോട്ടിവേഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേണെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ലെവൽസാണ് ഉള്ളത്. ഓക്കെ, 3 ലെവൽസാണ് മെയിൻലി ഉള്ളത്. സോ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം ആണ്, പ്രിലിംസ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് മെയിൻസ് ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്, ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ്.
സോ ദീസ് ആർ ദി 3 സ്റ്റേജസ്. അപ്പോൾ ഇതിൽ പ്രിലിംസിൻ്റെ കാര്യം എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേപ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. മാർക്സ് വരുന്നത് 200 ആണ് ഫോർ ഈച്ച്. മെയിൻസ് നമുക്ക് 9 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ 9 പേപ്പേഴ്സിൽ 2 എണ്ണം എന്ന് പറയുന്നത്, ആദ്യത്തെ 2 എണ്ണം എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിനെ പറ്റിയും അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 സ്റ്റേജ് കടന്നിട്ട് വേണം നമ്മൾ ഈ ഒരു എക്സാമിൽ ക്വാളിഫൈ ചെയ്ത് റാങ്കിൽ കയറാൻ. വളരെ നാളത്തെ പരിശ്രമം വേണ്ട ഒരു കാര്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹരമായിരിക്കും. ആ ഒരു പൊസിഷൻ, ആ ഒരു സ്റ്റാറ്റസ്, ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ ഒരു ടൈറ്റിൽ, ആ ഒരു ടാഗ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേജ് ആയിരിക്കും ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. പലരും അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതിലോട്ട് വരുന്നത്. സർവീസ് മൈൻഡഡ് ആയിട്ട് വരുന്നവർ വളരെ ചുരുക്കമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങൾ ഇത് ഈ പദവി കണ്ടിട്ട് വന്നതാണോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടി അത്രമാത്രം ആഗ്രഹത്തോടെ വന്നവരാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ആദ്യത്തെ അവസരങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു എനർജി പയ്യെ നശിച്ചു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പലരും പെർഫെക്ഷനിസം നോക്കിയിരിക്കുവാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കാനിരുന്നു. ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വായിച്ച് അവിടെ എവിടെയും എത്താതെ, അതായത് ഞാൻ ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള 1-2 പേരോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെ ഞാനിവിടെ ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുത്തു. ഇപ്പോൾ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു, ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് ചരിത്രത്തിൽ. ഓക്കെ, പക്ഷേ UPSCക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ള സ്കില്ല് അത് നമ്മുടെ കയ്യിലാണ്. വലിച്ചു വാരി പഠിച്ച് ഒരു ദിവസം മൊത്തം ഇൻഡസ് വാലി സിവിലൈസേഷന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് പല സ്റ്റുഡൻസിനും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. സോ പെർഫെക്ഷനിസം അല്ല നോക്കേണ്ടത്, കൺസിസ്റ്റൻസിയാണ് നോക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ 2 ടോപ്പിക്ക് പഠിച്ചുള്ളൂ എന്ന് വെച്ചോളൂ. ബാക്കി 2 ടോപ്പിക്ക് നിങ്ങൾ നാളെ പഠിക്കണം. ഇന്ന് പഠിക്കുന്ന 2 ടോപ്പിക്ക് നീറ്റായിട്ട് പഠിക്കാം. അത്രേ പഠിക്കാൻ പറ്റുള്ളൂ വെച്ചെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നാളെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത്രമാത്രം വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ്. അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ റിവിഷൻ്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം ഈ വാസ്റ്റാണ് സിലബസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനോട് ചേർത്തൊരു കാര്യം പറയാം. ഇതിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് പേടികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വാസ്റ്റ് സിലബസ്. ഈ സിലബസ് നമുക്ക് തീർക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ച് തീർക്കാൻ പറ്റുമോ? അതാണ് ആദ്യത്തെ ചിന്ത. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഭൂമിക്ക് മുകളിലും ആകാശത്തിന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് പഠിക്കുന്നവർ അറിഞ്ഞിരിക്കണം എന്ന്. അങ്ങനെ പഠിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമോ? അത് നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുക. നമുക്ക് വ്യക്തമായിട്ടൊരു സിലബസ് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. അതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യണം, ട്രെൻഡ് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓവർ പെർഫെക്ഷനിസം കാണിക്കാൻ പോയി ടോപ്പിക്കിൽ കുറേ വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കവറാവില്ല. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? സ്മാർട്ട്ലി കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, പലരും പറയുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എനിക്കിത് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള ഒറ്റ ഡയലോഗ് ഇതാണ്: ടോപ്പേഴ്സിനുള്ളതല്ല UPSC സിവിൽ സർവീസ്. ഒരിക്കലും ടോപ്പേഴ്സിനുള്ളതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, പരീക്ഷാ പേപ്പറിലെ മാർക്ക് നിർണ്ണയിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ചിട്ടാണ്. പക്ഷെ ഒരു കളക്ടർ എന്നുള്ള ഒരു ജോലി, അല്ലെങ്കിൽ ഒരു IPS ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ സമൂഹത്തോട് കുറച്ച്
സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സർവീസിലുള്ളവർ, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസുകൾ എന്ന് പറയുന്നത്. അവരൊരിക്കലും ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവികളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഹ്യൂമാനിറ്റി, എംപതി, സിമ്പതി, അതൊക്കെയാണ് നമുക്ക് ആദ്യം വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അത് മാത്രം ഉണ്ടായാൽ ഒന്നും നടക്കില്ല. ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനുള്ള കഴിവും വേണം. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ സ്മാർട്ടായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ജോബ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മാറും, പെട്ടെന്ന് ഞാൻ സ്മാർട്ടാവും, പെട്ടെന്ന് ഞാൻ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യും, പെട്ടെന്ന് ഞാൻ ഡിസിഷൻ എടുക്കുമെന്ന് ചിന്തിച്ചിരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. എന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നു, എന്ന് നിങ്ങൾ UPSCക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ് സെൽഫ് നിങ്ങൾ ആ ഒരു കളക്ടറായിട്ട് ആക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് മാനിഫെസ്റ്റേഷന് വളരെയധികം പവറുണ്ട്. നിങ്ങൾ നിങ്ങളെ അതിൽ കാണുക, നിങ്ങൾ അതാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കതാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഞാനങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മൈൻഡിലോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഒരിക്കലും ഞാൻ ഫോർമൽ ആയിട്ടുള്ളൊരു സെഷൻ അല്ല ആഗ്രഹിക്കുന്നത്. കാരണം എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളും. നമ്മളെല്ലാവരും ഒരേ ഗ്യാങ്ങിൽ പെട്ടവരാണ്. സോ എനിക്ക് ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സിലബസിൻ്റെ പേടി പറഞ്ഞു, ടോപ്പേഴ്സ് എന്നുള്ള പേടി മാറി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടോപ്പേഴ്സിനുള്ളതല്ല, ആർക്കും പഠിക്കാൻ പറ്റും. കൺസിസ്റ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആർക്കും പഠിക്കാൻ പറ്റും. ശ്രീധന്യ സുരേഷ് IAS അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് പറഞ്ഞൊരു ഡയലോഗാണത്. ഒരു സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നമ്മുടെ UPSCനെ കുറിച്ചൊരു മിഥ്യാധാരണയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലൈക്ക് വെൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹൈലി എഫിഷ്യൻ്റ് ആയ ഹിന്ദു പേപ്പർ ഡെയിലി വായിക്കുന്ന CBSE സിലബസ് പഠിച്ചു വന്നവർക്ക് മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു മിത്ത് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നുമില്ല എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചതല്ലേ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ കാണുക. നമ്മൾ റിയൽ ലൈഫ് സ്റ്റോറീസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇൻസ്പയർഡ് ആവുന്നവർ ഇൻസ്പയർഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കട്ടെ. അല്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ജീവിതം കുറച്ചെങ്കിലുമൊക്കെ കാണാൻ ശ്രമിക്കുക. ഇടയിൽ കയറി ചെല്ലാനല്ല പറയുന്നത്, മറ്റുള്ളവരുടെ ജീവിതം കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് പല പ്രോബ്ലംസിൻ്റെയും ഇന്നർ മീനിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം, ബി അവെയർ. ആൻഡ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി വേണം. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്, വൈ, എന്താണ്, വാട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ അറൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? UPSCനെ കുറിച്ചുള്ള മിത്തുകൾ, അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതെല്ലാം പാടെ മായ്ച്ചു കളയുക. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾ നിങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലോട്ട് ഇറങ്ങിപ്പോരെ, നിങ്ങൾക്ക് കയറാൻ പറ്റും. പകുതിക്ക് വെച്ച് നിർത്തി പോകരുത്. പലർക്കും ഉള്ള പ്രശ്നമാണ്, ഒന്നാമത്തെ തവണ എഴുതി കിട്ടിയില്ല, രണ്ടാമത്തെ തവണ എഴുതി കിട്ടിയില്ല, മൂന്നാമത്തെ തവണ എഴുതി കിട്ടിയില്ല. ഇത്തവണത്തെ 2025 ഓൾ ഇന്ത്യ റാങ്ക് 1 എന്ന് പറയുന്നത് 5ാമത്തെ തവണയാണ് ആൾ അത് ക്ലിയർ ചെയ്തത്. ഓക്കെ, ബാക്കി 4 അറ്റംപ്റ്റിലും പ്രിലിംസ് പോലും ആൾ കടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. തോറ്റാണ് ജയിച്ചത്, അല്ലാതെ ആദ്യം തന്നെ അങ്ങോട്ട് ജയിക്കുകയല്ല. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളെ പോലെയാണ് നമ്മുടെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ ആദ്യം മുട്ടിലഴയും, പിന്നെ നമ്മൾ എണീറ്റ് നടക്കുമ്പോൾ നമ്മൾ വീഴും, വീണെടുത്ത് നിന്ന് വീണ്ടും എണീക്കും, വീണ്ടും നടക്കും. അതുപോലെ തന്നെയാണ് ഇതിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കാം, ഒരുപാട് തവണ പരാജയപ്പെട്ടേക്കാം. നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒക്കെ നടക്കുന്ന സമയത്ത് മൈനസ് മാർക്ക് അടക്കം കിട്ടിയേക്കാം. പക്ഷെ തളരരുത് രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ തളരരുത്. തളർന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമ്മൾ തന്നെയാണ് നമ്മളതിനെ ബോൾഡ് ആക്കേണ്ടത്, നമ്മൾ തന്നെയാണ് നമ്മളെ സ്ട്രോങ് ആക്കേണ്ടത്. സോ ഞാൻ തോറ്റു, നെക്സ്റ്റ് ഞാൻ ഇപ്പം മൈനസ് ആണെങ്കിൽ ഞാനതൊരു പോസിറ്റീവ് മാർക്കാക്കും. ലൈക്ക് -1 ഒക്കെ കിട്ടിയെച്ച് കഴിഞ്ഞാൽ ഞാനതൊരു 10 മാർക്ക് നെക്സ്റ്റ് ടൈം കൂടുതൽ മേടിക്കുമെന്ന് തീരുമാനിക്കുക. ആ 10 മാർക്കിനെ നിങ്ങൾ കടക്കുക. ഇപ്പം തന്നെ നിങ്ങൾ 100 മാർക്കിനപ്പുറം കടക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പയ്യെ വാ, പതുക്കെ സ്റ്റെപ്പ് കയറി വാ. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. എടുത്തുചാട്ടം ഒരിക്കലും വേണ്ട, പയ്യെ പോയാൽ മതി. അപ്പോൾ ആ മിത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും നിങ്ങൾ അതിലൊന്നും വീഴണ്ട. നിങ്ങളിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വൃത്തിയായിട്ട് ചെയ്യുക.
റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. സോ ഇതൊക്കെയാണ് ഈ ഈ മിത്ത് കാര്യങ്ങളൊക്കെയായിട്ട് പറയണത്. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എല്ലാവരുടെയും ജീവിതം മധുരമുള്ളതൊന്നുമല്ല, കയ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും, ഈശ്വരാ എനിക്ക് കുറച്ച് പവർ ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ കുറച്ചും കൂടെ പേര് റെസ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അത് അത്രമാത്രം അപമാനപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ ഒരു ഇമോഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളിൽ ചിന്തിക്കുക, ഞാൻ ഞാൻ തെളിയിക്കും, ഐ വിൽ പ്രൂവ് എന്നുള്ള ഒരു തോട്ട് വരും. അങ്ങനെയുള്ള ആ ഒരു സ്പിരിറ്റ് മതി നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ ഒരു സർവീസിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നീഷൻ, ആ ഒരു റെസ്പെക്റ്റ്, സൊസൈറ്റി തരുന്ന ഒരു റെസ്പെക്റ്റ് എന്നുള്ളത് എത്രത്തോളം ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കാം. ഓക്കെ. പിന്നെന്താന്ന് വെച്ചാൽ ഇതെല്ലാം സ്വപ്നം കണ്ട് കിട്ടിയതിന് ശേഷം ഒരിക്കലും അഹങ്കാരം കാണിക്കാതിരിക്കുക. എന്താണോ നമ്മുടെ പർപ്പസ് അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുക. നമ്മളെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ. സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, മാർക്സ് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ ഓപ്ഷണൽസ് ആണുള്ളത്, ഏതൊക്കെ പേപ്പർ ആണുള്ളത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. കാരണം എൻ്റെ മൈൻഡിൽ വന്നതാണ് ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞത്. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പറയുന്നതല്ല. മൈൻഡിൽ എന്താണോ തോന്നുന്നത് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്, നല്ല സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ. സോ എല്ലാം മനസ്സിൽ വെക്കുക. ഇനി 12th ഫെയിൽ കാണേണ്ടവർ കണ്ടോളൂ. നല്ല മൂവിയാണ്, നല്ലൊരു മോട്ടിവേഷനൊക്കെ കിട്ടും. ചിലർക്കൊക്കെ അതിൽ പിടിച്ച് കയറാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് പറയുന്നത് സ്കീമും സബ്ജക്ട്സും ആണ്, മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും. സോ പ്രിലിംസിന് ആദ്യം തന്നെ 2 കമ്പൾസറി പേപ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. ആ 2 പേപ്പറിലും കമ്പൾസറി ആണ്. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. ഇതെഴുതാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. ഓക്കെ. ആൻഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറും ഇത് ഓരോന്നോരോന്നായിട്ട് വായിക്കുക കേട്ടോ നിങ്ങൾ. 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടായിരിക്കുക. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, വിച്ച് മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 2 മണിക്കൂർ സമയത്തിൻ്റെ 2 എക്സാം, ഒരെണ്ണം രാവിലെ GS പേപ്പർ 1 രാവിലെയും GS പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷവും ആയിരിക്കും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ന് ക്വാളിഫയിങ് പേപ്പറിന് മിനിമം ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത് 33% ആണ്. ദാറ്റ് ഈസ് 66.5 മാർക്സ് ആണ് നിങ്ങൾക്ക് പേപ്പർ 2-ൽ കിട്ടേണ്ടത്. അത് കിട്ടിയാൽ നിങ്ങൾ പാസ്സാണ്, ക്വാളിഫൈഡ് ആണ്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഹിന്ദിയുടെയും ഇംഗ്ലീഷിൻ്റെയും സെറ്റ് ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിംസിൻ്റെ കാര്യത്തിൽ. ഇനി മെയിൻസ് എക്സാമിനേഷനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആയിരിക്കും. അപ്പം മറ്റേത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് മെയിൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് റിട്ടൺ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണുള്ളത്. ഒന്ന് ഇന്ത്യൻ ലാംഗ്വേജ്, 8th ഷെഡ്യൂൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇന്ത്യൻ ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. അതാണ് ക്വാളിഫയിങ് പേപ്പറിലെ പേപ്പർ എ. പേപ്പർ ബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഇനി പേപ്പർ എയിലും പേപ്പർ ബിയിലും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മുടെ സിലബസ്, വാസ്റ്റ് സിലബസ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ 2 പേപ്പർ എന്ന് പറയുന്നതും ക്വാളിഫയിങ് പേപ്പറാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻസിലോട്ട് വരുന്നത്. പ്രിലിംസ് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടാണ് മെയിൻസിലോട്ട് വരുന്നത്. പ്രിലിംസിൽ 2 പേപ്പറാണുള്ളത്. ആദ്യത്തെ പേപ്പർ GS പേപ്പർ, രണ്ടാമത്തെ പേപ്പർ CSAT പേപ്പർ. GS പേപ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ വർഷവും കട്ട് ഓഫ് മാറാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പേപ്പർ ദാറ്റ് CSATൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 33% മാർക്ക് മാത്രമാണ് അതിൽ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാറ്റിക്, അതിലൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ 2 പേപ്പറും ക്വാളിഫൈഡ് ആയാലാണ് നമ്മൾ മെയിൻസിലോട്ട് കിടക്കുക.
മെയിൻസിലോട്ട് കടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ടോട്ടൽ നമുക്ക് 9 പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ 9 പേപ്പേഴ്സിൽ ആദ്യത്തെ 2 പേപ്പർ എഗെയിൻ ക്വാളിഫയിങ് പേപ്പറാണ്. ഈ 2 പേപ്പർ എന്ന് പറയുന്നത് ലാംഗ്വേജ് പേപ്പറാണ്. ഒന്നാമത്തെ പേപ്പർ ഒരു ഇന്ത്യൻ ലാംഗ്വേജും രണ്ടാമത്തെ പേപ്പർ ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളായതുകൊണ്ടാണ് നമുക്ക് മലയാളം ചൂസ് ചെയ്യാം, തമിഴ് ചൂസ് ചെയ്യാം, തമിഴ് അറിയണവർക്ക് തമിഴ് ചൂസ് ചെയ്യാം, സാൻസ്ക്രിറ്റ് അറിയുന്നവർക്ക് സാൻസ്ക്രിറ്റ് ചൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി മെറിറ്റിന് വേണ്ടി കൗണ്ട് ചെയ്യുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ 2 പേപ്പർ 300ലാണ്, മാർക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് 300 മാർക്സിലാണ്. പക്ഷേ എന്താന്ന് വെച്ചാൽ ഈ 2 ക്വാളിഫയിങ് പേപ്പറിൻ്റെ, അതായത് ഈ 2 ലാംഗ്വേജ് പേപ്പറിൻ്റെ മാർക്ക് റാങ്കിൽ കൂട്ടില്ല, മെറിറ്റിൽ കൂട്ടില്ല. ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ മാർക്ക് ആണ് ആഡ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പേപ്പർ 1 എന്ന് പറയുന്നത് എസ് എ പേപ്പറാണ്. ജനറൽ എസ്സേസ് ആണ് വരിക. പേപ്പർ 2 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 1, GS പേപ്പർ 1, ദാറ്റ് ഈസ് GS പേപ്പർ 1. GS പേപ്പർ 1ൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻലി ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി, ഈ 3 വൈഡ് ഏരിയാസ് ആണ് GS പേപ്പർ 1ൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ GS പേപ്പർ 1ൽ മെയിനായിട്ട് വരുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദി വേൾഡ് ആൻഡ് സൊസൈറ്റി. അപ്പം ഇത് തന്നെ എഗെയിൻ സ്പ്ലിറ്റ് ചെയ്ത് ടോപ്പിക്സ് വേറെ ഉണ്ട്. അത് മെയിൻ സിലബസിൽ വരും. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് ആണ്. അപ്പോൾ GS പേപ്പർ 1ൽ എന്താന്ന് വെച്ചാൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ ഇതിലാണ് വരുന്നത്, സൊസൈറ്റി ഇതിലാണ് വരുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് പേപ്പർ 3 എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 2 ആണ്, GS പേപ്പർ 2. അതിൽ വരുന്ന ടോപ്പിക്സ് നമ്മുടെ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് IR, ഇന്റർനാഷണൽ റിലേഷൻസ്, ഈ വക കാര്യങ്ങളാണ് പേപ്പർ 3 ആയിട്ടുള്ള ജനറൽ സ്റ്റഡീസ് 2ൽ വരുന്നത്. 4 GS പേപ്പേഴ്സ് ആണുള്ളത്. അതിൽ GS പേപ്പർ 1 ഹിസ്റ്ററി, ജോഗ്രഫി കാര്യങ്ങൾ, GS പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇനി ജനറൽ സ്റ്റഡീസ് 3, അതായത് പേപ്പർ നമ്പർ 4 ജനറൽ സ്റ്റഡീസ് 3, അതിൽ വരുന്നത് സയൻസ്, ടെക്നോളജി, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവിയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ എൻവിയോൺമെന്റ്, ഇക്കോളജിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ GS പേപ്പർ 3ലാണ്. ഇനി പേപ്പർ 5 വരുന്നത് GS പേപ്പർ 4, അതിൽ നമ്മൾ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. പിന്നെ പേപ്പർ 6ഉം 7ഉം ഏതാണ്? നമ്മുടെ ഓപ്ഷണൽ പേപ്പറാണ്. അത് ഓരോ പേപ്പറിനും എത്രയാണ്? 250 മാർക്സ് ആണ്. എല്ലാ പേപ്പറിനും 250 മാർക്സ് ആണ് ഉള്ളത്. എന്നിട്ട് റിട്ടൺ ടെസ്റ്റിൽ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 1750 ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് 275 ആണ്. അങ്ങനെ 2025 എന്നുള്ള ഗ്രാൻഡ് ടോട്ടലിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, പ്രിലിംസിന്റെ മാർക്ക് നമ്മുടെ മെറിറ്റിൽ കൂട്ടില്ല. മെയിൻസിലെ 7 പേപ്പറിന്റെ മാർക്കും ഇന്റർവ്യൂവിന് കിട്ടിയ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുക. ഇതുവരെ ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ഇന്ത്യൻ ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ള. ആ ലാംഗ്വേജുകളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഈ സിലബസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അയച്ചു തരാം, അതായത് എല്ലാ ഗ്രൂപ്പിലും ഞാൻ ഇട്ടോളാം. അപ്പം നിങ്ങൾക്കിത് നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും അത് വായിച്ചു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഓപ്ഷണൽസിന്റെ ലിസ്റ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 പേപ്പർ ഓപ്ഷണൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാണ് മെയിൻ നമ്മുടെ ഒരു ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷണൽ സബ്ജക്ട്സിൽ അഗ്രികൾച്ചർ ഉണ്ട്, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ജോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി, ലോ, മാനേജ്മെന്റ്, മാത്തമാറ്റിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IR, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, ലിറ്ററേച്ചർ പേപ്പറിൽ പല ഭാഷകളുണ്ട്. അതൊക്കെയാണ് ഇത്. അപ്പോൾ ജിയോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷണൽ ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഒന്നാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യോളജി ആണ്, മൂന്നാമത്തെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളം ലിറ്ററേച്ചർ ആണ്. അപ്പോൾ ഈ 3 ഓപ്ഷണൽ സബ്ജക്ട്സ് ജിയോയിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കാം.
ഇനി നമ്മൾ ഇപ്പം ഞാൻ സിലബസിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇതിന് നമുക്ക് ഒറിജിനൽ സിലബസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രിലിംസിന്റെ സിലബസ് നോക്കാം. പ്രിലിംസിൽ പേപ്പർ 1 ഞാൻ പറഞ്ഞതുപോലെ തന്നെ 200 മാർക്കിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. പേപ്പർ 1 രാവിലെ ആയിരിക്കും, പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ പേപ്പർ 1 വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, Indian polity and governance, constitution, political system, panchayati raj, public policy, rights issues, etc. പിന്നെ economics and social development, sustainable development, poverty, inclusion, demographic, social sector initiatives, etc. General issues on environment and ecology, biodiversity, climate change, and general science. ഇത് സയൻസ് ആൻഡ് ടെക് ആണ് കേട്ടോ ഈ ഒരു ജനറൽ സയൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് പേപ്പർ 1 വരുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് നമ്മൾ ഫാക്ച്വലായിട്ട് പഠിക്കണം. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ UPSCയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ച്വലും അതുപോലെ തന്നെ അനലിറ്റിക്കലും ആയിട്ട് പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും, സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് കാര്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എലിമിനേഷൻ പോസിബിൾ അല്ല. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡീൽ ചെയ്യുന്ന സമയത്ത് തെറ്റുത്തരം കണ്ടാൽ എത്രയും പെട്ടെന്ന് വെട്ടിക്കളയാന്നുള്ളത് പോസിബിൾ അല്ല. അത്രമാത്രം നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. റിവൈസ് ചെയ്ത് പഠിക്കണം. അപ്പം ഇതിലിപ്പോൾ നമ്മൾ പ്രിലിംസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഹിസ്റ്ററി തന്നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. ആ 3ഉം ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ മോഡേൺ ഹിസ്റ്ററിയുടെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, ഒരു 1857 റിവോൾട്ട് തൊട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞു. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി. അതിൽ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കണം, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജോഗ്രഫി ഉണ്ട്. അത് ഇന്ത്യയുടെയും പഠിക്കണം, വേൾഡിൻ്റെയും പഠിക്കണം. അതൊക്കെ പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്ന ഏരിയാസ് ആണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് പൊളിറ്റിയാണ്. പൊളിറ്റിയുടെ പാർട്ട് തന്നെയാണ് ഈ പൊളിറ്റി ആൻഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നല്ലൊരു ബോധം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പം പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, പാർട്സ്, അതൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ വരുന്നത്. പ്രിയാമ്പിള്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്തി രാജ്, ലോക്കൽ ബോഡീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ്, എക്സെട്ര. പിന്നെയുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇത് ഇക്കണോമി പാർട്ടാണ്. ഇതിൽ മെയിനായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പോവേർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സ്, എക്സെട്ര. പോപ്പുലേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ്, നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. പിന്നെ ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റൽ ഇക്കോളജി. ഇത് എൻവയോൺമെന്റ് ഇക്കോളജി പേപ്പറിന്റെ പാർട്ടാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പേപ്പർ 1 വരുന്ന കാര്യങ്ങൾ. പേപ്പർ 2 വരുന്ന കാര്യങ്ങൾ കോംപ്രഹെൻഷൻ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇംഗ്ലീഷ് പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കോംപ്രഹെൻസ് ചെയ്ത് എഴുതാനുള്ളത്, ആൻസർ കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ജനറൽ മെന്റൽ എബിലിറ്റി. CSAT എന്നുള്ള പേപ്പറാണ് ഇത്. ഓക്കെ, ദിസ് ഈസ് CSAT പേപ്പർ. ഇതിൽ നിങ്ങളുടെ സ്കിൽ അനുസരിച്ചിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് കോംപ്രഹെൻഷൻ പാർട്ട് വളരെ സിമ്പിൾ ആയിരിക്കും. ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് നമുക്കതിൽ കാണാൻ പറ്റും. ആ ടേംസ് ഒക്കെ നിങ്ങൾ പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമുക്ക് ചില വേർഡ്സ് നമുക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നില്ല. അപ്പോൾ വൊക്കാബുലറി നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും ആൻസേഴ്സ്. സോ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ കോംപ്രഹെൻഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പോൾ കോംപ്രഹെൻഷൻ എങ്ങനെ പോലും ഒരു 27 to 30 ക്വസ്റ്റ്യൻസ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ 30 × 2.5 എന്ന് ചെയ്യുമ്പോൾ ആ മാർക്ക് നിങ്ങളുടെ അവിടെ സെക്യൂർ ആണ്. ഓക്കെ, ആ മാർക്ക് നിങ്ങളുടെ അവിടെ സെക്യൂർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 തന്നെ കിട്ടിയില്ല എന്ന് വെച്ചോളൂ. അതായത് ഇപ്പോൾ 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ 30 എണ്ണവും ശരിയാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 25 ക്വസ്റ്റ്യൻ ശരിയായി എന്ന് വെച്ചോളൂ. 25 ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 2.5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്
അത്രയും മാർക്ക് നിങ്ങളുടെ സെക്യൂർ ആയി. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസിൽ നിന്ന് ബാക്കിയുള്ള മാർക്കും കൂടെ കയറ്റി കഴിഞ്ഞ് 33% മാർക്കേ ഈ പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടൂ. അപ്പോൾ CSAT അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് CSAT പഠിപ്പിക്കുമ്പം സാർ പറഞ്ഞു തരും എങ്ങനെയാണ്. അത് ചിലർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം. അത് ഓരോരുത്തർ തിങ്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇനി നമുക്ക് മെയിൻസിൻ്റെ സിലബസ് നോക്കാം. മെയിൻസിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്വാളിഫയിങ് പേപ്പറാണ് ആദ്യത്തെ രണ്ടെണ്ണം. ഒന്നാമത്തത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ്, രണ്ടാമത്തത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇന്ത്യൻ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും സെയിം തന്നെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ കോംപ്രഹെൻഷൻ തന്നിട്ടുണ്ടാവും, പിന്നെ പ്രിസി റൈറ്റിംഗ് ഉണ്ടായിരിക്കും, യൂസേജ് ആൻഡ് വെക്കാബുലറി, ഷോർട്ട് എസ്സേസ്. ഇത് തന്നെയാണ് ഇംഗ്ലീഷിലും വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മലയാളത്തിലായിരിക്കും, ഇവിടെ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലായിരിക്കും. ടോപ്പിക്സ് ഒക്കെ വേറെ ആവാട്ടോ, ഒരേ ടോപ്പിക്സ് വരണം എന്നൊന്നും ഒരു നിർബന്ധവും പറയാൻ പറ്റില്ല. ലാംഗ്വേജ് പേപ്പറാണ്. അപ്പോൾ അത്യാവശ്യം ലാംഗ്വേജ് അറിയണം, ബുക്കുകൾ വായിക്കണം, നല്ല രീതിയിൽ വൊക്കാബുലറി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പം തന്നെ പ്രാക്ടീസ് തുടങ്ങുക. ബുക്സ് വായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ന്യൂസ് പേപ്പർ വായിക്കുന്നത് ഇതിന് വേണ്ടി മാത്രമല്ല, നമുക്ക് മെയിൻസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ന്യൂസ് പേപ്പർ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ കറണ്ട് അഫയേഴ്സുമായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ഇരിക്കാൻ പറ്റും എപ്പോഴും. അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി പേപ്പർ 1 എന്ന് പറയുന്നത് എസ്സേ ആണ്. അത് മൾട്ടിപ്പിൾ ടോപ്പിക്സിനെ കുറിച്ചുള്ള എസ്സേസ് ആയിരിക്കും പേപ്പർ 1 ഉണ്ടായിരിക്കുക. പേപ്പർ 2 തൊട്ടിട്ടാണ് നമ്മുടെ GS പേപ്പേഴ്സ് വരുന്നത്. അപ്പോൾ പേപ്പർ 2 ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദ വേൾഡ് ആൻഡ് സൊസൈറ്റി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരൊറ്റ സെൻറ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയേ നിങ്ങൾ. അപ്പം ഇന്ത്യൻ കൾച്ചർ, ഇവിടെ ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗമാണ് ഇവിടെ കംപ്ലീറ്റ് വരുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ മെയിൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആർട്ട് ആൻഡ് കൾച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഫാക്ച്വൽ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിലിംസിനാണ് വരിക. ഏറ്റവും കൂടുതൽ പ്രിലിംസിനാണ് അത് പഠിക്കാനുള്ളത്. പക്ഷേ അതിലത്തെ ആർട്ട് ആൻഡ് കൾച്ചർ പെർസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരിക മെയിൻസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് അവിടെ വരുന്നത്. പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അത് 18th സെഞ്ച്വറീൻ്റെ മിഡിൽ തൊട്ടിട്ട് ഉള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഫ്രീഡം ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. ഫ്രീഡം സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, കൺസോളിഡേഷൻ, റീഓർഗനൈസേഷൻ വിത്തിൻ ദ കൺട്രി, ആ കാര്യങ്ങളൊക്കെയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ എമർജൻസിയും കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഓരോ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് കാര്യങ്ങൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ടിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിനെല്ലാത്തിനും ഏത് ബുക്ക് എടുക്കണം എന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതും കൂടെ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഏതാണ് 18th സെഞ്ച്വറി വേൾഡ് ഹിസ്റ്ററി ഇവിടെ വരുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർസ്, നാഷണൽ ബൗണ്ടറീസ്, കൊളോണൈസേഷൻ, ഡീകോളണൈസേഷൻ, പൊളിറ്റിക്കൽ ഫിലോസഫി ലൈക്ക് കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, എക്സെട്ര. അപ്പോൾ ഈ ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് ഇതും കൂടുതലായിട്ടും മെയിൻസ് പെർസ്പെക്റ്റീവ് ആണ്. മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ഇതിന് ക്വസ്റ്റ്യൻസ് വരിക. പ്രിലിംസിനൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വന്ന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഷുവറായിട്ടും നിങ്ങൾ റെവല്യൂഷൻസ് ഏതൊക്കെ, മേജർ റെവല്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. വേൾഡ് വാർസ് ഏതൊക്കെയാണെന്നുള്ളത് ഷുവറായിട്ടും അത്രയും സ്ട്രോങ് ആയിട്ടും അത് പഠിച്ചു വെക്കണം. വേൾഡ് വാറും കാര്യങ്ങളെല്ലാം നന്നായി പഠിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ സൊസൈറ്റി പേപ്പറിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടെണ്ണം ആർട്ട് ആൻഡ് കൾച്ചറാണ്, പിന്നെ വന്നിട്ടുള്ളത് ഹിസ്റ്ററിയാണ്. ഇവിടെ ഇപ്പോഴത്തെ നമ്മൾ സൊസൈറ്റിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. സൊസൈറ്റിയിൽ നമ്മൾ പറയുന്നത് സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി, വിമൻസ് ഓർഗനൈസേഷൻ, പോപ്പുലേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പോവർട്ടി, അർബനൈസേഷൻ, അൺഎംപ്ലോയ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് സൊസൈറ്റി പേപ്പറിലാണ്. അതുപോലെ തന്നെ സൊസൈറ്റി പേപ്പറിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഗ്ലോബലൈസേഷൻ്റെ ഇഫക്റ്റ്, പിന്നെ സോഷ്യൽ എംപവർമെൻറ്റ്, കമ്മ്യൂണലിസം, റീജിയണലിസം, സെക്യുലറിസം. ഇതൊക്കെയാണ് സൊസൈറ്റി പേപ്പറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സൊസൈറ്റി പേപ്പറൊക്കെ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം GS പേപ്പറിൻ്റെ അണ്ടറിൽ, GS പേപ്പർ 1ൻ്റെ അണ്ടറിൽ വരുന്നതാണെന്നുള്ളതും മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് നന്നായി വായിച്ച് മനസ്സിലാക്കി എടുക്കണം. പിന്നെ നമ്മൾ പറയുന്നത് ജോഗ്രഫിയാണ്. അപ്പോൾ അടുത്ത സെറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ജോഗ്രഫിയാണ്. GS പേപ്പർ 1ലെ ലാസ്റ്റ് പാർട്ട് ജോഗ്രഫിയാണ്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി ഉണ്ടായിരിക്കും, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കീ നാച്ചുറൽ റിസോഴ്സസ് അക്രോസ് ദി വേൾഡ്,
പിന്നെ ഇമ്പോർട്ടൻറ്റ് ജിയോ ഫിസിക്കൽ ഫിനോമിനൻ, എർത്തുക്വേക്ക്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലീറ്റ് വായിക്കുക നിങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ഇനി നമ്മൾ പേപ്പർ 3ലേക്ക് പോവുകയാണ്, അതായത് GS പേപ്പർ 2. അതിൽ നമുക്ക് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ ഗവേണൻസ് പാർട്ട് നോക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റി റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇത് ഒന്നും പറയാനില്ല. ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി പേടിക്കുക. എല്ലാ ചാപ്റ്ററും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി ഇത് നമ്മൾ പ്രത്യേകിച്ച് ഈ സിലബസ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് ഒരു 80 സംതിങ് ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചേ പറ്റുള്ളൂ, കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിയുടെ ആ ഒരു ഇൻഡെക്സിനെ ചുരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസും ആണ്. ഓക്കെ, ഈ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യത്തിലാണ് വെൽഫെയർ സ്കീംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ഇൻ്റർവെൻഷൻസ്, അതുപോലെ തന്നെ NGOs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഡോണേഴ്സ്, ചാരിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് സോഷ്യൽ ജസ്റ്റിസ് പേപ്പറിലാണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സ്കീംസും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടർ ആൻഡ് സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ്, പോവർട്ടി, ഹങ്കർ, ഈ വക കാര്യങ്ങളെല്ലാം വരുന്നത് ഏതിലാണ്? സോഷ്യൽ ജസ്റ്റിസിൻ്റെ അണ്ടറിലാണ്. ഇതും വരുന്നത് അവിടെ തന്നെയാണ്. ഇവിടം തൊട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ് റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇവിടം തൊട്ടിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബൈലാറ്ററൽ റിലേഷൻസ്, ഇത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് കറന്റ്ലി, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ത്യ പാക്, ഇന്ത്യ ചൈന, ഇന്ത്യ റഷ്യ കണക്ഷൻസ് ഒക്കെ അങ്ങനെ ഉണ്ട്. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് ആണോ? അപ്പോൾ US-ഉം ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻസ് എന്ന് പറയുന്നത് പതുക്കെ ശൃംഗാവാണ്, കാരണം ടാരിഫ് ഉയർത്തേണ്ട പേരില്ല. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുമായിട്ട് ആരാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അവര് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോ, കാരണം അത് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അത് ഭയങ്കരമായിട്ട് അതിപ്പോൾ ഇന്റർവ്യൂവിന് നമ്മളോട് ചോദിക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി പഠിക്കുക. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പം അതാണ് അവിടെ പറയാനുള്ളത്. ഇനി പേപ്പർ 4 എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്. അപ്പം ഈ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ കൂടിയിട്ടാണ് GS പേപ്പർ 3 വരുന്നത്. അതായത് പേപ്പർ 4 ആണെങ്കിലും GS പേപ്പർ 3 വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇന്ത്യൻ ഇക്കോണമി, പ്ലാനിംഗ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഗവൺമെന്റ് ബഡ്ജറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ മേജർ ക്രോപ്സ്, ക്രോപ്പിംഗ് പാറ്റേൺ, ഇറിഗേഷൻ ടെക്നോളജീസ്, പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ്, MSPs, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇവിടെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ലാൻഡ് റിഫോംസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പഠിക്കാനുള്ളത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മെയിനായിട്ട് ഡെവലപ്മെൻറ്റ്സും ആപ്ലിക്കേഷൻസും, എവരിഡേ ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ്, അതൊക്കെ ന്യൂസ് പേപ്പർ നന്നായിട്ട് റിവൈസ് ചെയ്യണം. ന്യൂസ് പേപ്പറിൽ ഒരുപാട് ആർട്ടിക്കിൾസ് വരാറുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട്. പിന്നെന്താണ്, IT-യിൽ, സ്പേസിൽ, കമ്പ്യൂട്ടേഴ്സിൽ, റോബോട്ടിക്സിൽ, നാനോ ടെക്നോളജിയിലൊക്കെ നമ്മൾ വന്നിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരണം. ഇതെല്ലാം പ്രിലിംസിലും വരാൻ ചാൻസസ് ഉണ്ട്. അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം കൂടുതലും നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്കിൽ ക്വസ്റ്റ്യൻസ് വരിക. ഇനി എന്താണ് ഇവിടെ പറയുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെന്റും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഇതും ശ്രദ്ധിക്കാം. ഇനി പേപ്പർ 5, അത് എത്തിക്സ്, ഇൻ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ടും ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ഫിലോസഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് അക്രോസ് ഇന്ത്യൻ വേൾഡും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിവിൽ സെർവൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ഇമ്പാർഷ്യാലിറ്റി, നോൺ പാർട്ടിസൺഷിപ്പ്, ഇൻ്റഗ്രിറ്റി, അങ്ങനെ ഒരുപാട്
ക്വാളിറ്റീസ്, എംപതി, ടോളറൻസ്, കമ്പാഷൻ ടുവേർഡ്സ് വീക്കർ സെക്ഷൻസ്, അങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റീസ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു പേപ്പറാണത്. അതിന് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് നന്നായി വായിക്കണം, മോറൽ തിങ്കേഴ്സിൻ്റെ ഫിലോസഫീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ആൻസർ നന്നായിട്ട് അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് കുറേ കോട്ട് ചെയ്യാൻ പറ്റണം, കാര്യങ്ങൾ കോട്ട് ചെയ്യാൻ പറ്റണം. അപ്പം അതുമനുസരിച്ചിട്ട് വേണം ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നമ്മൾ ചിന്തിച്ചാൽ, അത്യാവശ്യം നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്താൽ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. കാരണം കുറേയൊന്നും ഫാക്ച്വൽ കാര്യങ്ങൾ അങ്ങനെ അത്ര അധികം മറ്റ് പേപ്പറിലെ പോലെ പഠിക്കാനില്ല. എന്നാൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പേപ്പറും കൂടിയും ആണ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഇനി പേപ്പർ 6ഉം 7ഉം എന്നും പറയുന്നത് ഓപ്ഷണൽ പേപ്പറാണ്. അത് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷണൽ അനുസരിച്ചായിരിക്കും അതിൻ്റെ സിലബസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇതിലെല്ലാ ഓപ്ഷണലിൻ്റെയും സിലബസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ സിലബസ് നിങ്ങൾ വായിച്ചു നോക്കി അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു കാര്യം. അപ്പോൾ നമ്മുടെ സിലബസ് ഏറെക്കുറെ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. 9 എക്സാമാണ് മെയിൻസിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ക്വാളിഫൈ ആയാലാണ് നമ്മൾ എന്തിലോട്ട് കയറുക, ഇൻ്റർവ്യൂലോട്ട് കയറുക. ഇൻ്റർവ്യൂവും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റാങ്ക് പബ്ലിഷ് ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് സർവീസസ് കിട്ടുക. അപ്പോൾ ഇത്രയാണ്. നമ്മളിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജിലെത്തി കേട്ടോ. അപ്പോൾ സിലബസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എക്സാം റിലേറ്റഡ് ആയിട്ട് മുന്നേ സംസാരിച്ചു. ജിയോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ ബുക്സാണ് നിങ്ങൾ മേടിക്കേണ്ടതെന്നും കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് ബുക്സിൻ്റെ ലിസ്റ്റ് ഇനി നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. ഹിസ്റ്ററിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററീനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിതിപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ബാച്ചിൽ കയറുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ഓൾറെഡി ബുക്ക് ലിസ്റ്റ് ഇട്ട് തരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നമുക്ക് 3 പാർട്ടാണുള്ളത്. ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത്, ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് നമ്മൾ എടുക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് RS ശർമ്മയുടെ ബുക്കാണ്. RS ശർമ്മയാണ്. പിന്നെ നമുക്കുള്ളത് മിഡീവൽ ഹിസ്റ്ററിയാണ്. മിഡീവൽ ഹിസ്റ്ററി ആരുടെയാന്ന് വെച്ചാൽ സതീഷ് ചന്ദ്രയുടെയാണ് മിഡീവൽ ഹിസ്റ്ററി. പിന്നുള്ളത് മോഡേൺ ഹിസ്റ്ററിയാണ്. മോഡേൺ ഹിസ്റ്ററിക്ക് നമ്മൾ എടുക്കുന്ന ബുക്ക് സ്പെക്ട്രമാണ് കേട്ടോ, രാജീവ് വഹിറിൻ്റെ സ്പെക്ട്രം. പിന്നെ നിങ്ങൾ അത് വായിച്ചപ്പോൾ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ആ ഒരു ഭാഗം മെയിൻസിൽ. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ എടുക്കുന്നത് നിതിൻ സിൻഘാനിയയുടെ ആർട്ട് ആൻഡ് കൾച്ചറാണ്. അത് നിങ്ങൾ മേടിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിതിൻ സിൻഘാനിയയുടെ ആർട്ട് ആൻഡ് കൾച്ചർ വലിയൊരു ബുക്കാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ വായിക്കാനുണ്ട്. നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, അതായത് വെയിറ്റേജ് ഒക്കെ നോക്കി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ടോപ്പിക്സിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ആവശ്യമില്ലാത്തത് കളഞ്ഞ് അങ്ങനെ പഠിക്കാൻ വേണ്ടി സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെയുള്ള ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ബുക്കല്ല, ജോഗ്രഫിയുടെ ബുക്കാണ്. ജോഗ്രഫിക്ക് മെയിനായിട്ട് നമ്മൾ NCERTs പറയുന്നുണ്ട്. 6th to 12th NCERT. ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഹിസ്റ്ററിക്ക് 6th തൊട്ടിട്ട് 12th വരെയുള്ള NCERTs മാൻഡേറ്ററി ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ NCERT വായിച്ചിട്ട് നിങ്ങൾ ഈ ബുക്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ക്ലാസ്സും കൂടെ ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജോഗ്രഫി നമ്മൾ മെയിനായിട്ടും 6th തൊട്ട് 12th വരെയുള്ള NCERT ആണ് മെജോറിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കുള്ള മറ്റൊരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GC ലിയോങ്ങിൻ്റെ ബുക്കാണ്. അത് നിങ്ങൾ വായിക്കാൻ വേണ്ടി മേടിക്കുക. കാരണം അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നല്ല ബുക്കാണ്. അതിൽ നിങ്ങൾക്ക് ഈ NCERT വായിച്ചതിന് ശേഷം GC ലിയോങ് നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. GC ലിയോങ്ങിൻ്റെ ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ PDFs അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്സസ് ചെയ്യാം, വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കുക. പിന്നെയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മികാന്ത് ആണ് കേട്ടോ, ലക്ഷ്മികാന്ത്. പിന്നുള്ളത് ഇക്കണോമിക്സ് ആണ്.
ഇക്കണോമിക്സിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് രമേശ് സിംഗിൻ്റെ ആണ്, ഇന്ത്യൻ ഇക്കോണമി ബൈ രമേശ് സിംഗ്. പിന്നെ ഇത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ വിഷൻ IASൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. അത് സത്യം പറഞ്ഞാൽ രമേശ് സിംഗിൻ്റെയൊക്കെ ഒരു സമ്മറി പോലെയാണ് അത് ഉള്ളത്. 4 പാർട്ടായിട്ടുള്ള ബുക്കാണ്, നല്ല ബുക്കാണ്. അതെനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പൊളിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCERTയുടെ കാര്യം പൊളിറ്റി പറയുകയാണെങ്കിൽ 11th NCERT ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന NCERT മാത്രം ഇവിടെ വായിച്ചാൽ മതി പൊളിറ്റിയുടെ കേസിൽ. ഇക്കണോമിക്സിൻ്റെ കേസിൽ 9th 10th 11th 2 ബുക്കുണ്ട്. 11th ബുക്ക്, 12th 2 ബുക്ക്, അങ്ങനെ 5 ബുക്സാണ് നമ്മൾ എക്കണോമിക്സിന് NCERTs വായിക്കാനുള്ളത് കേട്ടോ. 5 NCERTs ആണ് ഇവിടെ വായിക്കാനുള്ളത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ കാര്യം റെഡിയായി. ഇനിയുള്ളത് സയൻസ് ആൻഡ് ടെക്കാണ്. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് മെയിനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ NCERT നല്ലോണം വായിക്കണം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പോൾ ഈ കോർ സബ്ജക്ട്സിൻ്റെ ബുക്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കോർ ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ബുക്സ്. പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സൊസൈറ്റിയുടെ NCERTs വരുന്നുണ്ട്, അപ്പോൾ അത് വായിക്കുക. പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ആ ബുക്സ് എന്നൊക്കെ പറയുമ്പം അത് നമ്മൾ കുറച്ചും കൂടിയും റിസർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സിലബസ് നോക്കിയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അതിനെപ്പറ്റി ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്ത് NCERTs വായിച്ച് ന്യൂസ് പേപ്പർ കണ്ടന്റുകൾ കണ്ടെത്തി നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓൾറെഡി നമ്മൾ ജിയോഡിൽ ഈ സബ്ജക്ട്സിന് എല്ലാത്തിനും ക്ലാസ്സസ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ നിങ്ങളോടത് ചെയ്യാൻ പറയുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കുറവ് വന്നാൽ നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യും, അപ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും. കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടായില്ല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരണം. എന്നാൽ മാത്രമേ ഇതിന് കൂടുതലായിട്ടുള്ള റിസൾട്ട്, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുള്ളൂ. നമ്മൾ ഇറങ്ങി തിരിക്കുക തന്നെ വേണം, അല്ലാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. സ്പൂൺ ഫീഡിങ് സിസ്റ്റം തന്നെ മാറ്റിക്കളയണം. അതുകൊണ്ട് എല്ലാവരും അത് കുറച്ച് റിസർച്ച് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം തന്നെ നോക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് ബുക്സ് ഉണ്ട്, NCERTs ഉണ്ട്, സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. NCERTസും സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്, NCERTs ഉണ്ട്, ന്യൂസ് പേപ്പർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം കൂടെ എങ്ങനെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ NCERTs നല്ല രീതിയിൽ വായിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ NCERTs വായിക്കുന്നതിനോടൊപ്പം തന്നെ ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് ടോപ്പിക് ഏതാണെന്ന് നോക്കിയിട്ട് അത് സ്റ്റാൻഡേർഡ് ബുക്കിൽ പോയിട്ട് വായിച്ചിട്ട് ആ ടോപ്പിക് അവിടെ തീർക്കുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ NCERTs കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്തിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ പോവാം. നോട്ട് നിങ്ങൾ മസ്റ്റായിട്ടും പ്രിപ്പയർ ചെയ്യണം. ഒരു സ്ഥലത്തെയും നോട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഇഷ്ടംപോലെ നോട്ട്സ് നമുക്കിപ്പം ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഡൗട്ട്സും കുറേ പേർക്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സൊക്കെ കാണുന്ന സമയത്ത് ലെക്ചർ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയെടുക്കുക. ലെക്ചർ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയെടുത്തിട്ട് നിങ്ങളതിനെക്കുറിച്ച് എക്സ്ട്രാ വായിക്കുക. സ്റ്റാൻഡേർഡ് ബുക്കിൽ പോയിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നോട്ട് എന്ന് പറയുന്നത് ഒറ്റ പേജ് അത്രേ വേണ്ട, കുറേ എഴുതരുത്. UPSCയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ മെയിൻസിൽ ഒരുപാട് പേപ്പേഴ്സ് 9 പേപ്പർ നമുക്ക് എഴുതാനുണ്ടെന്ന് പറഞ്ഞു. അവിടെ നല്ല രീതിയിൽ വേർഡ് ലിമിറ്റ് ഉണ്ട്, അറിയാം നിങ്ങൾക്ക്. 150 വേർഡ്സ്, അതുപോലെ തന്നെ 250 വേർഡ്സ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം അത്രമാത്രം ചുരുക്കിയിട്ട് കണ്ടന്റ് അത്രമാത്രം സ്ട്രോങ് ആക്കിയിട്ട് അത്രമാത്രം ചുരുക്കി എഴുതാൻ നമ്മൾ പഠിക്കണം. അപ്പം അതിന് വേണമെങ്കിൽ നമ്മൾ കണ്ടന്റിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കണം. സോ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. മെസ്സേജ് അയച്ചാലും മതി, വിളിച്ചാലും മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിത്തും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക, അതെല്ലാം വിട്ട് കളയുക. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കുക, എത്രയും പെട്ടെന്ന് ജയിച്ച് കയറാൻ നോക്കുക, സർവീസിൽ കയറാൻ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ ലിസണിങ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.